ആപ്പിൾ ഓറഞ്ചോ ഞങ്ങൾക്ക് വേണ്ട. ആപ്പിൾ ഓറഞ്ചൊക്കെ ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇങ്ങനെയൊന്നൊരു മാധ്യമ മുറിയിൽ വന്ന് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി പരിക്ക് പറ്റിയിട്ട് ഡോക്ടർമാരല്ലേ അവർക്ക് എന്ത് പറ്റിയോ? CPM ആണോ പ്രസ്താവന ഇറക്കേണ്ടത്? നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ആളല്ലേ? ഇങ്ങനെയാണോ പരിഹസിക്കേണ്ടത്? ഒരു അപകടത്തിൽ പറ്റിയാൽ അത് ആരുമായിക്കോട്ടെ, അത് മന്ത്രി ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, അവരൊരു മാനുഷികമായ പരിഗണന കൂടി കൊടുക്കണ്ടേ? നിങ്ങൾ നമ്മൾ ഈ ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മുന്നോട്ട് നടക്കാൻ ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജം എല്ലാവരെയും വഴികാട്ടണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചരിത്രത്തിൽ CPM ഈ രാഷ്ട്രീയ മര്യാദ തിരിച്ച് കോൺഗ്രസുകാരോടും കാണിച്ചിട്ടില്ല. ഇതുപോലുള്ള സന്ദർഭങ്ങൾ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാതൃകയാണ്. ഉമ്മൻചാണ്ടി ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നെഞ്ചിന് കൊണ്ട ആ കല്ല് അവിടുന്ന് നേരെ തെറിച്ചു അടുത്ത ഗ്ലാസ്സിലേക്ക്. ആ ഗ്ലാസ് പൊട്ടി, കല്ല് പുറത്ത്. എന്റെ ഉമ്മൻചാണ്ടി, അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ പരമ മണ്ടന്മാരാവണ്ടേ നമ്മൾ? ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ അത്? എന്തിനാണ് ഇങ്ങനെ ഒരു പച്ചക്കള്ളം അവതരിപ്പിച്ചത്? അസാധ്യമായ ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ തൊലിക്കട്ടിയെ പറ്റി ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ടെന്ന് ഞങ്ങൾ ആരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ ഠിം ചെലി തെറിച്ച് അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെ ഉള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല. കുറച്ചൊരു ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? അദ്ദേഹത്തിന്റെ നെഞ്ചും കൂടെ എന്താണ്, ലോഹമാണോ എന്ന് പിണറായി വിജയൻ ചോദിക്കുന്നതിൽ പരിഹാസമുണ്ടോ? ഞാൻ എന്റെ സംശയമാണ്, കേൾക്കുന്നവരുടെ യുക്തിക്ക് വിട്ടുകൊടുക്കുകയാണ്. പരിഹാസമുണ്ടോ അതിനകത്ത്? അല്ല, കറക്റ്റാണ് ശ്രീ റാഷിദ്. അത് തന്നെയാണ് പിണറായി ചോദിച്ച സംശയം. അത് തന്നെയാണ്